ശ്രീ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് മറുപടി പറയുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. 6 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ശ്രീ രാഹുൽ ഈശ്വർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം അതൊന്ന് കേൾക്കാം. ശബരിമല കറുപ്പ് വസ്ത്രം ഉടുത്തു വന്നതിന് ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. സ്കൂളിൽ കഴിഞ്ഞ 10 ദിവസമായി കയറ്റുന്നില്ല. ഇത് സമാനമായ ഒരു സംഭവം നടന്ന ആന്ധ്രാപ്രദേശിൽ നിന്നെടുത്ത ഫോട്ടോ ആണ്. അന്ന് ആന്ധ്ര ഗവൺമെന്റ് അടക്കം ശക്തമായ നിലപാടെടുത്ത് ആ കുട്ടിയെ കയറ്റണമെന്ന് പറഞ്ഞിരുന്നു. അതേപോലുള്ള നിലപാട് നമ്മുടെ നാട്ടിലും വേണം. യഥാർത്ഥത്തിൽ ഈ തീവ്ര ഹിന്ദുത്വവാദികളടക്കം ഈ മോളെ, അതായത് ശ്രീ അനസിന്റെ മകളെ സെന്റ് റീറ്റ സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോ എത്രമാത്രം മോശമായിട്ടാണ് അധിക്ഷേപിച്ചത്, ആക്രമിച്ചത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടിയത് എന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മളെ ദൈവം ബഹുസ്വരതയുടെ പാഠം പഠിപ്പിക്കുകയാണ്. ആ ദൈവത്തെ വ്യത്യസ്ത പേര് നമ്മൾ വിളിക്കുമായിരിക്കും. ഞാൻ അയ്യപ്പൻ എന്നും, വേറൊരാൾ അള്ളാഹു എന്നും, വേറൊരാള് യേശു ക്രിസ്തു എന്നോ കർത്താവെന്നോ വിളിക്കുമായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ, വിശിഷ്യ ഹിന്ദുക്കളെ, വിശാല അർത്ഥത്തിൽ മലയാളികളെ, ഇന്ത്യക്കാരെ ആ ബഹുസ്വരതയുടെ പാഠം പഠിപ്പിക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെയാണെന്ന് തോന്നുന്നു, ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ വളരെ ശക്തമായി അവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ച് അവിടെ പോയി സമരം ചെയ്യുന്നത് കണ്ടു. വളരെ നല്ലതാണ്. ആ സമരം ചെയ്യുമ്പോൾ നല്ലൊരു ബാനറും ഉണ്ടായിരുന്നു. ആ ബാനർ എന്താണെന്നറിയാമോ? വിദ്യാർത്ഥിക്ക് പ്രവേശനം നിഷേധിക്കരുത്, വിദ്യാർത്ഥിയുടെ അവകാശം നിഷേധിക്കരുത് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ആ വാർത്തയും കൊടുന്നു. ശബരിമല വ്രതത്തിന്റെ ഭാഗമായി കറുപ്പെടുത്തു വന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധം. തൃശൂർ എളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ്. ഓർക്കുക, ഗോകുലം പബ്ലിക് സ്കൂളാണ്, ക്രിസ്ത്യൻ സ്കൂളോ മുസ്ലിം സ്കൂളോ അല്ല. ഏതോ ഒരു ഹിന്ദു നടത്തുന്ന സ്കൂളായിരിക്കും, അതുകൊണ്ടാണല്ലോ ഗോകുലം എന്ന് പേരിടുന്നു. ഐക്യവേദി പ്രതിഷേധിച്ചത്. എളവള്ളി സ്വദേശിയായ വിദ്യാർത്ഥിയോട് യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം നല്ലതാ. പക്ഷെ ഈ പ്രതിഷേധം നമ്മൾ സെന്റ് റീറ്റ സ്കൂളിന്റെ കാര്യത്തിലും ഈ നിലപാട് കാണിക്കണമായിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം ഉണ്ടായത്. പിന്നീട് പരിഹരിച്ചോ? എന്താണ് സംഭവിച്ചത്? ഇതാണ് അതിലെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇനി അവരുടെ ഈ പ്രക്ഷോഭത്തിന്റെ കുറെ നല്ല വിഷ്വൽസും കൂടിയാണ്. നല്ലതാണ്, ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കാണേണ്ട ഒരു സാധനമാണ്. വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. അത് ഹനിക്കാൻ സ്കൂളിന് എന്ത് അവകാശം? ഇത് തന്നെയല്ലേ സെന്റ് റീറ്റ സ്കൂളിൽ ഒരുമാതിരി ബോധവും വിവരമുള്ള എല്ലാ മലയാളിയും ചോദിച്ചത്. അതായത് നമ്മൾ അയ്യപ്പ വിശ്വാസികളോ ഹിന്ദുക്കളോ ആയതുകൊണ്ട് നമ്മുടെ ഒരു കുട്ടി കറുപ്പെടുത്തു പോയപ്പോ ആ കുട്ടിക്ക് പ്രവേശനം നൽകിയില്ലെന്നുള്ളത് നമുക്ക് കൊണ്ടു. ഇത് തന്നെ ആയിരിക്കില്ലേ അനസിനും അവിടുത്തെ മുസ്ലിം സമൂഹത്തിനും തോന്നിയത്. ആ പെൺകുട്ടി ഹിജാബ് ധരിച്ചു പോയി എന്ന് പറഞ്ഞു. അതായത് ഹിജാബ് യൂണിഫോം ഇട്ട് യൂണിഫോമിന്റെ ഒരു സൈഡിൽ മാത്രം ധരിച്ചുകൊണ്ട് പോയതാണ്. ഓർക്കുക, ഫുള്ള് കറുപ്പല്ല. ഈ സ്കൂളിലെ യൂണിഫോം മാറ്റി ഫുള്ളായിട്ട് കറുപ്പ് വസ്ത്രം ധരിച്ചു പോയ നമ്മുടെ ഒരു കുട്ടി. ആ പയ്യനെ സപ്പോർട്ട് ചെയ്യുകയാണ്, പിന്തുണയ്ക്കുകയാണ്. ആ പയ്യന്റെ ഫ്രീഡമാണ്. സ്കൂളിന്റെ കൂടെ അനുമതിയോടുകൂടി സ്കൂൾ അവരുടെ ഇത്തരത്തിൽ പിടിവാശികളുണ്ടെങ്കിൽ മാറ്റണം. ആ പയ്യന് കറുപ്പെടുത്തു പോകാൻ എല്ലാവിധ അവകാശവും വേണം. ആ അവകാശത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ സംഘപരിവാർ സുഹൃത്തുക്കളും ഹിന്ദു ഐക്യവേദിയും പോരാടുകയാണ്. നല്ല കാര്യം, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് തന്നെയല്ലേ അവരുടെ സ്കൂളിന്റെ യൂണിഫോമിന്റെ കളറിനോട് ചേർന്ന് തട്ടമിട്ടോളാം എന്ന് പറഞ്ഞിട്ട് പോലും ചേട്ടന്മാര് സമ്മതിച്ചില്ലല്ലോ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അവിടെയാണ് പ്രവേശിപ്പിക്കാതിരുന്നത്. ഈ ശബരിമല വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി കറുപ്പ് വസ്ത്രം അണിഞ്ഞ് സ്കൂളിലേക്ക് ആവേശത്തോടെ ചാടി സംസാരിക്കുന്നുണ്ട്. വളരെ നന്നായി, വളരെ നന്നായി. എനിക്കതില് അഭിമാനമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. ഏക കാര്യം, ഇത് തന്നെയാണ് സെന്റ് റീറ്റ സ്കൂളിലും സംഭവിച്ചത്. ആ സംഭവിച്ചപ്പോ നമ്മളിൽ ചില ആൾക്കാർ അതിന് കൈകൊട്ടി, അതിന് ഒത്താശ പാടി, അത് വലിയ രീതിയിൽ എന്താ പറയണേ, ഈ തീവ്ര ക്രിസംഗി ലൈൻ എടുക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈയടിച്ചു കൊടുത്തു. ആ കൈയടിച്ചു കൊടുത്തതിന്റെ സാധനം ഇപ്പം കണ്ടല്ലോ. അത് ദൈവം തരുന്നതാണ്. അത് ശക്തമായ രീതിയിൽ പ്രക്ഷോഭ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ് കേട്ടോ, വളരെ നല്ല കാര്യമാണ്. വിദ്യാർത്ഥിയെ സ്കൂളിൽ കയറ്റിയില്ലെന്നാണ് ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം സ്കൂളിലേക്ക് ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തി. വളരെ നല്ല. ആ വിളിപ്പിക്കുന്നതേ സ്വാമി അയ്യപ്പനാണ്. സാക്ഷാൽ സ്വാമി അയ്യപ്പൻ വിളിപ്പിക്കുന്നതാണ്. ആ വിളിപ്പിക്കുന്നത് സെന്റ് റീറ്റ സ്കൂളിലെ ആ പെൺകുട്ടിക്കും കൂടെ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്കും പലപ്പോഴും അറിയില്ല. ശബരിമല കേസ് തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ പേഴ്സണൽ ലോ എടുത്തു കളയാൻ വേണ്ടി ആർട്ടിക്കിൾ 25 കൊണ്ടുവരാൻ വേണ്ടിയും ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന് പറയുന്ന ഒരു തീവ്ര ബ്രാഹ്മണിക്കൽവാദിയായ തീവ്ര വലതുപക്ഷ ജഡ്ജി കൊണ്ടുവന്നതാണ്.
അന്ന് അയ്യപ്പൻ നമ്മളെ പോരാട്ടത്തിനിറക്കിയതാണ്, വാവർക്കും വെളുത്തയ്ക്കും വേണ്ടി. അത് മനസ്സിലാകാനുള്ള എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ അറിവും ഇന്റലക്ച്വൽ ഡെപ്തും പലപ്പോഴും നമ്മുടെ തീവ്ര ഹിന്ദുത്വവാദികൾക്കില്ല. പക്ഷെ മിത ഹിന്ദുത്വവാദികൾക്കും നല്ല ഹിന്ദുത്വവാദികൾക്കും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഹിന്ദു ഐക്യവേദിയുടെ ഈ പ്രക്ഷോഭം വളരെ സ്വാഗതം ചെയ്യേണ്ടതാണ്. അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം. വളരെ സന്തോഷം. ഈ പോരാട്ടം വിജയിക്കണം 100%. അതിനോട് എല്ലാവിധ ഐക്യദാർഢ്യവും. ആ വരികൾ കണ്ടാൽ രോമാഞ്ചജനകമായ വരികളാണ്. നോക്കണേ, ഞാൻ ആ വരി ഒന്ന് വായിക്കാം, നിങ്ങളെ കാണിച്ചു തന്നെ വായിക്കാം. വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം അത് ഹരിക്കാൻ ഗോകുലം സ്കൂളിന് എന്തവകാശം? ഹിന്ദുവിനും ആചാരങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇനി ആ വരി സെയിന്റ് റീറ്റ സ്കൂളിനെ ചേർത്ത് വെച്ച് ഒന്ന് വായിക്കാമേ. വിശ്വാസവും വിദ്യാഭ്യാസവും വിദ്യാർത്ഥിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം അത് ഹനിക്കാൻ സെയിന്റ് റീറ്റ സ്കൂളിന് എന്തവകാശം? മുസ്ലിമിനും ആചാരങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. ഇന്നാളെ വേറൊരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനിക്കും ആചാരങ്ങൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ തിരുവസ്ത്രം ഇട്ടോ മറ്റും വരികയാണ്, അവർക്ക് പ്രവേശനം നിശ്ചയിച്ചെങ്കിൽ നമ്മൾ തീർച്ചയായും ഇടപെടണം. കയ്യിൽ ചരട് കെട്ടാനും നമ്മുടെ കുറി വരയ്ക്കാനും കുരിശു വരയ്ക്കാനും കുമ്പിട്ട് നിസ്കരിക്കാനും തട്ടമിടാനും ഒക്കെ അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനുവേണ്ടി കൂടിയാവണം പോരാട്ടങ്ങൾ. ഇത് നിങ്ങളെ പഠിപ്പിക്കാനേ അയ്യപ്പൻ തന്നതാ, നിങ്ങളെ പഠിപ്പിക്കാൻ. അതായത് നിങ്ങൾ അടക്കമുള്ളവരെ പഠിപ്പിക്കാൻ സാക്ഷാൽ അയ്യപ്പ സ്വാമി തന്ന പാഠമാണ്. ആ അയ്യപ്പനെ ദൈവമെന്നോ അള്ളാഹു എന്നോ അല്ലെങ്കിൽ വേറെ വ്യത്യസ്ത പേരുകൾ നമുക്ക് വിളിക്കാം, ശ്രീരാമെന്നോ ശ്രീകൃഷ്ണനോ. നമ്മൾ അവതാര പുരുഷന്മാരുടെ പേര് വിളിക്കുന്നു. ക്രിസ്ത്യാനികൾ കർത്താവെന്നോ യഹോവയെന്നോ, മുസ്ലിങ്ങൾ അള്ളാഹു എന്നോ, ബുദ്ധൻ ധമ്മയെന്നോ, താവോയിസ്റ്റുകൾ താവോ എന്നോ, അങ്ങനെ വ്യത്യസ്ത പേരിൽ വിളിക്കുന്നു. ആ ദൈവം നിങ്ങൾക്ക് തന്ന പാഠമാണ്. പണിയാണെന്നൊന്നും ഞാൻ പറയില്ല, പാഠമാണ്. ദൈവം പണി കൊടുക്കുന്നവരല്ല, പക്ഷെ ദൈവം പാഠം കൊടുക്കുന്നവനാണ്. ആ പാഠം ഈ മോൾക്കുകൂടെ വേണ്ടിയുള്ള ഒരു പാഠമാണ്. ആ പാഠം ഈ പയ്യന്റെ ആ ഒറിജിനൽ പയ്യന്റെ ഫോട്ടോ അവൈലബിൾ അല്ല, കൊച്ചുകുട്ടിയല്ലേ. പക്ഷെ ഇത് ഓൾറെഡി വന്ന അങ്ങനെ ആന്ധ്രാപ്രദേശിൽ നമ്മളെല്ലാം പ്രതിഷേധിച്ച, ഞങ്ങളെല്ലാം നാഷണൽ മീഡിയയിലടക്കം ശക്തമായി ഇത്തരം ആംഗിളിന് വേണ്ടി തന്നെയാണ് വാദിക്കുന്നത്. അപ്പോ അത് ദൈവം നമ്മളെ ബഹുസ്വരതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് എന്ന് ഓർത്താൽ മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതാണ് ശ്രീ രാഹുലേശ്വർ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ. ഈ വീഡിയോ കേട്ടപ്പോൾ മനുഷ്യൻ മതത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത വിധം മതജീവിയായി തീരുന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്നല്ലേ ഈ വീഡിയോ എന്ന് ചിന്തിക്കുകയാണ്. ദൈവത്തിന് മതമുണ്ടെന്ന് ചിന്തിക്കുന്ന ബാലിശവും അജ്ഞത നിറഞ്ഞതുമായ വാദഗതികളല്ലേ ഉയർത്തുന്നത്. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടല്ലേ ഇത്? ഈ നിലപാടുകളെയാണ് കേട്ടോ വിമർശിക്കുന്നത്, വിയോജിപ്പുകൾ അറിയിക്കുന്നതും അതിലെ തെറ്റുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്, വ്യക്തിയല്ല. ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവർ ആരാണോ അവരുടെ എല്ലാം നിലപാടുകൾക്കെതിരെയാണ്. ദൈവത്തിന് മതമില്ല എന്ന് ഇത്തരം നിലപാടുകാർക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ബോധപൂർവം അവർ അറിയത്തില്ലാത്തതായി ഭാവിക്കുകയാണ്. ഹിഡൻ അജണ്ട മൂലമോ വ്യക്തി താല്പര്യം മൂലമോ ദൈവത്തിന് മതമില്ല എന്നും ഒരു തുണ്ട് തുണിയിലേക്കോ ഒരു കളറിലേക്കോ ദൈവത്തെ ചേർത്ത് പിടിക്കേണ്ടതില്ല എന്നും അറിയത്തില്ലാത്തവരല്ല ഇവർ. ഇനി വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞുങ്ങളിൽ പുതിയ തലമുറയിൽ ജാതിക്കും മതത്തിനും സമ്പത്തിനും കളറിനുമൊക്കെ അപ്പുറത്തേക്ക് കടന്ന് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ പുതിയ തലമുറയെ പഠിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് യൂണിഫോം എന്നുള്ളതും അറിയത്തില്ലാത്തവരല്ല ഇത്. സെൻറ്റ് റീത്താസിലെ വിഷയം യൂണിഫോമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ശ്രീ രാഹുലേശ്വർ പറഞ്ഞത്. പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു മോൻ എടുത്ത് വ്രതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് രണ്ടും രണ്ട് വിഷയമാണ് എന്ന് അറിയത്തില്ലാഞ്ഞിട്ടല്ല എന്നുള്ളതാണ്. അപ്പം കേരള സമൂഹത്തിലേക്ക് കുത്തിത്തിരിപ്പിൻ്റെ ആശയങ്ങൾ കൊണ്ടുവെക്കുകയല്ലേ. അപ്പം സെൻറ്റ് റീത്താസിൽ ഞങ്ങൾ കുത്തിത്തിരിക്കാൻ നോക്കി, അപ്പം ഞങ്ങളുടെ കൂടെ നിങ്ങൾ കൂടിയിരുന്നെങ്കിൽ ഇവിടെയും ഞങ്ങൾ കുത്തിത്തിരിക്കാൻ കൂടാമായിരുന്നുവെന്നല്ലേ വാദം. ഒരു സമൂഹത്തിലേക്ക് മതചിന്തയിലൂടെ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നിലപാടുകളാണിത്. മറ്റൊന്ന്, മതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അത് ഇത്തരക്കാർക്ക് അറിയത്തില്ല എന്നിട്ടാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം? എന്താണ് മതത്തിൻ്റെ ലക്ഷ്യം? ഒരു നല്ല ഉദാഹരണമൊന്നുമല്ലെങ്കിലും, പരിപൂർണതയുള്ള ഒരു ഉദാഹരണമല്ലെങ്കിലും, സോപ്പിൻ്റെ ഉപയോഗം എന്താണ്? സോപ്പിൻ്റെ ലക്ഷ്യം എന്താണ്? ചെളി കളയുക, വൃത്തിയാക്കുക എന്നുള്ളതല്ലേ. മതത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. രാഷ്ട്രീയക്കാരെയും
ഉദ്യോഗസ്ഥരെയും ബിസിനസ്സുകാരെയും പ്രൊഫഷണലുകളെയും കർഷകരെയും ഏത് വ്യക്തിയുമാകട്ടെ മനുഷ്യനെ സംസ്കരിക്കുക എന്നുള്ളതാണ് മതത്തിൻ്റെ ലക്ഷ്യം. തമ്മിലടിപ്പിക്കുക എന്നുള്ളതല്ല. ഒരു തുണ്ട് തുണിയുടെ പേരിലോ ഒരു കളറിൻ്റെ പേരിലോ മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്ന മതം ദൈവവുമായി ബന്ധമുള്ള മതമല്ല. രണ്ടാമത് ശ്രീ രാഹുലേശ്വരനെ പോലെയുള്ളവർ മനസ്സിലാക്കണം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് സംരക്ഷണം ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ദൈവത്തെ അല്ല, കാരണം ദൈവത്തിന് സംരക്ഷണം ആവശ്യമില്ല. അത് ഒറ്റയ്ക്ക് നിൽക്കും. അവൻ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളായിട്ടാണ് മതങ്ങളെങ്കിൽ ആ മതങ്ങൾ തമ്മിൽ കലഹിക്കുകയില്ല, കാരണം ഒരേ ലക്ഷ്യത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് എല്ലാവരും പല പേരിൽ വിളിക്കുന്ന ഒരു ദൈവത്തെയല്ല, എല്ലാവർക്കും ഒരു ദൈവമേ ഉള്ളൂ, പക്ഷേ ഒറ്റ സൃഷ്ടാവേ ഉള്ളൂ. പക്ഷെ എല്ലാ മതങ്ങളും പരിചയപ്പെടുന്ന ഒരു സൃഷ്ടാവിനെയല്ല, അത് മനസ്സിലാക്കണം. മറ്റൊന്ന്, സെൻറ്റ് റീത്താസിലെ ഈ കുഞ്ഞിനെ കൊണ്ട് പ്രശ്നമുണ്ടാക്കിച്ചത് ആരാണ്? ആ കുഞ്ഞിൻ്റെ കുടുംബക്കാരല്ലേ, പിതാവല്ലേ. 4 മാസം ആ കുഞ്ഞ് സെൻറ്റ് റീത്താസ് സ്കൂൾ അനുവദിച്ച യൂണിഫോം ഇട്ടുകൊണ്ടാണല്ലോ പോയത്. 5-ാം മാസമാണ് പ്രശ്നമുണ്ടാകുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ രാഹുൽ ഈശ്വർ അറിഞ്ഞിട്ടില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഇവിടെ രാഹുൽ ഈശ്വർ ഇപ്പോൾ പരാമർശിച്ച വിഷയത്തിൽ അതൊരു വ്രതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണ്. ഒഴിവുകൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും എന്നെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയും, മതവും വിദ്യാഭ്യാസവും കുഞ്ഞുങ്ങളെ സമ്പത്തിൻ്റെയും കളറിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയും അപ്പുറത്തേക്ക് കടന്ന് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ പഠിപ്പിക്കുന്നതായിരിക്കണം മതം, ആയിരിക്കണം വിദ്യാഭ്യാസം. അതുമാത്രമേ വിദ്യാഭ്യാസമാകുന്നുള്ളൂ. അത്തരം മതങ്ങൾക്ക് മാത്രമേ സൃഷ്ടാവുമായിട്ട് ബന്ധമുള്ളൂ. ഇനി ബഹുസ്വരതയുടെ വക്താവുകയാണ്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ എവിടെയാണ് ബഹുസ്വരത ഇരിക്കുന്നത്? അത് ഇസ്ലാമിക് ബഹുസ്വരതയാണ്. ഇത് പറഞ്ഞാൽ എന്തു പറ്റും? ശ്രീ രാഹുൽ ഈശ്വർ ഇങ്ങനെ ഒരു വാക്ക് പറയല്ല, പറഞ്ഞാൽ സംഖ്യയോ കൃസംഖ്യയോ ആയി മാറും, ചാപ്പ കുത്തപ്പെടും. അതാണ് സത്യത്തിൻ്റെ പ്രശ്നം. അതാണ് സത്യം. ഉറക്കെ പറഞ്ഞാൽ അനിഷ്ടങ്ങളുണ്ടാകും, ചാപ്പ കുത്തലുകളുണ്ടാകും. അപ്പോൾ എന്തു പറ്റും? ഒഴുക്കിനൊത്ത് നീങ്ങുക എന്നുള്ളതാണ്. ഇനി തജിക്കിസ്ഥാൻ അടങ്ങുന്ന ഉസ്ബെക്കിസ്ഥാൻ അടങ്ങുന്ന 98% മുസ്ലിങ്ങളുള്ള നാട്ടിൽ ഹിജാബ് നിരോധിച്ചതാണ്. നിരീക്ഷണ ക്യാമറകളിൽ മുഖം വ്യക്തമായി കാണണമെന്ന് സർക്കാർ കൽപ്പനയുണ്ട്, ഓർഡറുണ്ട്. സ്കൂളുകളിൽ ഹിജാബ് അവിടെ നിരോധിച്ചിരിക്കുന്നു. ഇനി സൗദി അറേബ്യയാണല്ലോ ഇസ്ലാമിക വിഷയങ്ങളിൽ ഏറ്റവും ആധികാരികമായ സോഴ്സ്. സൗദി അറേബ്യൻ രാജാവ് MBS പറഞ്ഞിരിക്കുന്നു, സ്ത്രീകൾക്ക് മാന്യമായ വസ്ത്രം അത് അവർക്ക് തീരുമാനിക്കാം. ഇസ്ലാമിക രാഷ്ട്രങ്ങളായിരിക്കുന്ന സൗദിയും UAEയും ജോർദാനുമൊക്കെ ഇവിടങ്ങളിലാണല്ലോ ആദ്യം ഇസ്ലാം ഉണ്ടാകുന്നത്, 6-ാം നൂറ്റാണ്ടിന് ശേഷം. അവർക്കാണല്ലോ എന്താണ് കൃത്യമായി ഇസ്ലാമെന്നും ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങളൊന്നും പറയുവാൻ ആധികാരികമായി പറയാൻ അറിയുന്നവർ അവരാണല്ലോ. അവിടുത്തെ രാജകുടുംബാംഗങ്ങളുടെ വസ്ത്രധാരണ രീതി നോക്കിക്കേ. അപ്പോൾ ഇത് മതവുമായി ബന്ധപ്പെടുത്തുന്നതിനകത്ത് ദുഷ്ടരാക്കുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു കുട്ടിയുടെ ഇഷ്ടമാണ് എങ്കിൽ അങ്ങനെ ഓരോ കുട്ടിക്കും ഇഷ്ടം ചെയ്തു കൊടുത്താൽ നാളെ ഒരു കുട്ടി ഡിങ്കൻ്റെ പടവുമായി ഉള്ള യൂണിഫോമായിട്ട് വന്നാൽ അനുവദിക്കേണ്ടവരില്ലേ? അപ്പോൾ ഇത്തരം നിലപാടുകൾ കൃത്യമായ കുത്തിത്തിരിപ്പ് നിലപാടുകളാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം വീണ്ടും ആവർത്തിക്കാം. യൂണിഫോമിൻ്റെ ലക്ഷ്യം ജാതി, മതം, കളർ, സമ്പത്ത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പരസ്പരം എല്ലാവരും തുല്യരാണെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യൂണിഫോം എന്നുള്ള കാര്യം. 2 കുഞ്ഞുങ്ങളെ തിരിച്ചറിയണം. ഇവർ വിദ്യാർത്ഥിനികളാണെന്ന് തിരിച്ചറിയണം. ഇന്ന സ്കൂളിൽ നിന്നുള്ളവരാണെന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ്. ആ സ്കൂൾ യൂണിഫോമും ശബരിമലയ്ക്ക് വ്രതമെടുത്ത കുഞ്ഞിൻ്റെ വിഷയവുമായി കൂട്ടിക്കലർത്തുന്നത് തികച്ചും നിഷ്കളങ്കമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ശ്രീ രാഹുൽ ഈശ്വറിനെ പോലെ ചിന്തിക്കുന്നവരോട് ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇത്തരത്തിൽ ദൈവത്തിന് മതമുണ്ടെന്ന് ചിന്തിക്കുകയും മതത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കണം, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടും നന്നായിട്ടില്ല, സമാധാനമില്ല, വികസിച്ചിട്ടില്ല. ചരിത്രം സാക്ഷിയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ. അപ്പോൾ നിങ്ങൾ പറയും സൗദി അറേബ്യ, UAE ഒക്കെ പറയും അവിടുത്തെ ഭരണാധികാരികൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ റിലീജിയസ് ഇസ്ലാമാക്കി മാറ്റിയിരിക്കുന്നത് കൊണ്ടാണ് അവിടെ വികസനം വരുന്നത്. അതായത് മതത്തെ പൊതുരംഗത്ത് നിന്ന് കൃത്യമായും അവർ നിയന്ത്രിച്ചിരിക്കുകയാണ്.
അല്ലാതെ ഏത് നാടും എടുത്ത് നോക്കിക്കോളും. മതം എന്തിനാണ്? അതുകൊണ്ടാണ് മതം എന്തിനാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ സംരക്ഷകരായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. മനുഷ്യനെയല്ലേ സംരക്ഷിക്കേണ്ടത്? മനുഷ്യനെയല്ലേ സ്നേഹിക്കേണ്ടത്? മനുഷ്യനെയല്ലേ ഉയർത്തേണ്ടത്? ഏത് മതമായിട്ടും കാര്യമൊന്നുമില്ല, നല്ല മതമാകണം. അതുകൊണ്ട് മനുഷ്യനെ സംസ്കരിക്കുന്ന മതങ്ങൾ, ശുദ്ധീകരിക്കുന്ന മതങ്ങൾ മാത്രമേ യഥാർത്ഥമായി മനുഷ്യ സമൂഹത്തിന് ആവശ്യമുള്ളൂ. മറ്റൊരു ഉദാഹരണം പറയാം. രാഷ്ട്രീയ പാർട്ടികളാണോ രാഷ്ട്രീയമാണോ ഭാരതത്തിന് ആവശ്യം? രാഷ്ട്രീയ പാർട്ടികൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് പറയുമ്പോൾ CPM ഇല്ലാതെ ഇന്ത്യക്ക് പറ്റിയാലെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ BJP ഇല്ലാതെ ഇന്ത്യ മുമ്പോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ അത് ബാലിശമായ വാദമാണ്. കോൺഗ്രസും CPM-ഉം BJP-യും ഒക്കെ ഇന്ത്യക്ക് ഭാരതത്തിന് ആവശ്യമാണെന്ന് തെളിയിക്കുക എന്നുള്ളത് കോൺഗ്രസ്സുകാരൻ്റെയും BJP-ക്കാരൻ്റെയും CPM-കാരൻ്റെയും ആവശ്യമാണ്. എന്ന് പറഞ്ഞതുപോലെ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്നവൻ ദൈവമല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത്തരം മതങ്ങൾ മനുഷ്യ സമൂഹത്തിന് ഒരു ഉപകാരവും ചെയ്യുകയില്ല. അതുകൊണ്ട് മതവാദികളാകരുത്. മതവാദം മനുഷ്യനെ തമ്മിൽ തല്ലിക്കും. വളരെ മോശമായ പ്രവൃത്തിയാണ്. മതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ മനുഷ്യനെ തളച്ചിടുന്ന മതങ്ങൾ അത് പിന്തിരിപ്പൻ മതങ്ങളാണ്, അസമാധാനത്തിൻ്റെ മതങ്ങളാണ്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഉണ്ടാകുന്നില്ല എങ്കിൽ കേരളം കൂടുതൽ കൂടുതൽ ഭ്രാന്താലയമായി മാറുകയുള്ളൂ. കേരളം മറ്റൊരു കാശ്മീരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുവാൻ കണ്ണുണ്ടാകണം, ദീർഘവീക്ഷണമുണ്ടാകണം. സൂക്ഷിച്ച് നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. ഇതിനെ ദുരിതപ്പെടുത്തുന്ന പ്രവൃത്തികളാണിത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ മതത്തിൻ്റെയും പാർട്ടിയത്തിൻ്റെയും അടിമകളാക്കി നമുക്ക് വളർത്താതിരിക്കാം. രാഷ്ട്രീയം ആവശ്യമാണ്, പാർട്ടിയും ആവശ്യമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവവിശ്വാസം ആവശ്യമാണ്. മതവിശ്വാസം ദൈവവിശ്വാസത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നതാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ട് ഒറ്റ സൃഷ്ടാവേ ഉള്ളൂ. എല്ലാ മതങ്ങളും ഒന്നും സൃഷ്ടാവിലേക്കല്ല. എല്ലാ മതങ്ങളും മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നില്ല.